ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് സി എസുമായി ബന്ധപ്പെട്ട കുറച്ച് MCQ നോക്കാം. CS 21 ഏതാ? ഓർക്കുന്നുണ്ടോ? 21 പെട്ടെന്നൊന്ന് ആൻസർ ചെയ്ത് നോക്ക്. 21 ഇതേ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അധികമൊന്നും ആയിട്ടില്ല. 21 പഠിച്ചിട്ട് ഓക്കെ അല്ലേ? ഏതുമായി ബന്ധപ്പെട്ടതായിരുന്നു ഓർമ്മണ്ട? ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ടതാണ്. ഏതാ? ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ടത്. അത് ഇതിലില്ല. അപ്പോൾ ഏതാ ആൻസർ? ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത് CS 13 പറയുന്നതാണ്. 13 ഏതുമായി ബന്ധപ്പെട്ടതാണ്? കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. ഓക്കേടാ. ദെൻ അടുത്ത് തേർഡ് വൺ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീൽസ് പ്രിൻസിപ്പിൾ ഡിറ്റർമിൻ ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് എക്സൈസബിൾ ഗുഡ്സ്. ഇതാ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ തൊട്ട് മുൻപേ. എക്സൈസബിൾ ഗുഡ്സ് ഏതാ? 22. ഓക്കെ അല്ലേ? ഓപ്ഷൻ നമ്പർ ഏതാ? സി ആണ്, 22. ഓക്കെ. ദെൻ അടുത്ത പറയുന്നത് സ്റ്റാൻഡേർഡ് ഈസ് വിത്ത് ഡിറ്റർമിനേഷൻ ആവറേജ് ഈക്വലൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പറഞ്ഞത് CS ഏതാ? 5. ഓക്കെ. ദെൻ ഫിഫ്ത്ത് വൺ പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഈസ് വിത്ത് പ്രിൻസിപ്പൽ മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓർക്കുന്നുണ്ടോ? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ CA 16. ആൻസർ ഇവിടെ ഉണ്ട്. ഓക്കെ, മാച്ച് ചെയ്യാം. ട്രൂ ഓർ ഫോൾസ് പറയുന്നത് CS 19 ജോയിൻറ്റ് കോസ്റ്റ് ആണ്. യെസ്, ട്രൂ ആണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അടുത്ത പറഞ്ഞത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഷുഡ് ഹാവ് മിനിമം 3 എമിനൻറ്റ് പ്രാക്ടീസിങ് മെമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എമിനൻറ്റ് പ്രാക്ടീസിങ് മെമ്പർ ഉണ്ടാവണം. 3 എന്നാണ് കറക്റ്റ്. ഇതിനടുത്തത് അടുത്ത് ചോദിച്ചെന്താ? ഈസ് ഇഷ്യൂ ദ ഫ്രം വർക്കാവില്ല, ഫ്രെയിം വർക്കാവും. ഓക്കെ അല്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് CASB. ഓക്കെ, ഈസ് ഇഷ്യൂ ദ ഫ്രെയിം വർക്കാണ് കേട്ടോ. അത് നോട്ട് ചെയ്യണേ. ഫ്രെയിം വർക്ക് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് CASB. യെസ്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കൽ ആരുടെ ഫങ്ഷനാണ്? CASBയുടെ. ട്രൂ ആണ് സംഭവം, പക്ഷേ എഴുതിയതിലൊരു രസമല്ല. ഒന്ന് ശരിയാക്കുക. CS 2 ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അത് ഫോൾസ് ആണ്. CS 2 ഏതാ? കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി ആണ്. കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. ശരിക്കും CS ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഏതാ? CS 1 ആണ് കേട്ടോ. CS 1. ഓക്കെ, മതിയല്ലോ. അടുത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് CS 10 പറയുന്നുണ്ട്. CS 10 ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. യൂണിഫോമിറ്റി കൺസിസ്റ്റൻസി ഇൻ പീരിയഡ് മെത്തേഡ് ഓഫ് ഡിറ്റർമിൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രൂ ആണ്. യെസ്, അത് ട്രൂ ആണ്. ഓക്കെ. ദെൻ ഇൻ ദ ബ്ലാങ്ക്സ് നോക്കാം. CS 9 ഏതാണ്? പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ് ആട്ടോ. പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ദ ഡാഷ് ഓഫ് ദ CASB വിൽ ബി നോമിനേറ്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അഥവാ ഈ CASB പറയുമ്പോൾ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അതിൻ്റെ കൗൺസിലിൽ നോമിനേറ്റ് ചെയ്യുന്ന ആളാരാ? ചെയർമാൻ, കൗൺസിൽ മെമ്പർ. ഓക്കെ. ദെൻ അടുത്ത് നോമിനി ഫ്രം ദ റെഗുലേറ്റേഴ്സ് ലൈക്ക് അതാ CAG, അതുപോലെ RBI, CSB, അതൊക്കെ 4. CAG, RBI, CSB. ഈ ബോർഡിലേക്ക് എത്ര പേര് വേണം? 4 ഇതിനടുത്ത് CS കോസ്റ്റ് ഓഫ് സർവീസ് സെൻറ്റർ ഏതാണ്? 13 ആണ്. 13. ദ ഫങ്ഷൻസ് ഓഫ് CASB ഈസ് ടു അസിസ്റ്റ് ദ മെമ്പർ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് യൂണിഫോം ഡാഷ് അണ്ടർ ദ വാരിയസ് സ്റ്റാറ്റ്യൂട്ട്. അതോ നമുക്ക് യൂണിഫോമായിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാനല്ലേ നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ. ആൻസർ ഇവിടെ 1ൻ്റെ ആൻസർ തെറ്റാണ്, അത് കറക്റ്റ് ആക്കണം. ബാക്കി 4 കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ കറക്റ്റാണ്. ഓക്കെ, യെസ്. ഇതിന് വളരെ ഈസി ആയിട്ട് ഇത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അത് മാച്ച് ചെയ്യാൻ നോക്കണം. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ഏതാ? 14 ആണ്. ജോയിൻറ്റ് കോസ്റ്റ് 19 ആണ്. കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ 1, 2 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് 10 ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് 18. ഓക്കെ. അപ്പോൾ കറക്റ്റായി അല്ലേ? 19 എടുത്തു, 14 എടുത്തു, 10 എടുത്തു, 2 എടുത്തു, 18 എടുത്തു. ഓക്കെ, ദാറ്റ്സ് ആൻസർ മാച്ച് ചെയ്ത് നോക്കാം. ദെൻ കുറച്ച് essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക,
വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഏരിയ, നെയ്മിലി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്.